ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ AI കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ ഫോണിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഇന്ന് നോക്കുന്ന സമയത്ത് ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് ഫോണുകളിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഒന്ന് എൻ്റെ ഓപ്പോ ഫോണിൽ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഐഫോണിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ഫോണിൽ അതിന്റെ അപ്ഡേഷൻ വന്നിട്ടില്ല, മറ്റേ ഫോണിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സാധാരണ സെർച്ച് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത്. മാത്രമല്ല ചില ആളുകൾക്ക്, ചില സബ്സ്ക്രൈബേഴ്സിന് ഡൗട്ട് ഉണ്ട്, ഞങ്ങൾക്ക് ഇത് അപ്ഡേഷൻ വന്നിട്ടില്ല, അതായത് AI അവർക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ AIയോട് തന്നെ ചോദിച്ചു നോക്കുന്ന സമയത്ത് പറയുന്നത് എല്ലാവിധ ഫോണുകളിലേക്കും അപ്ഡേഷൻ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും ആദ്യമായിട്ട് അവർ പ്രിഫർ ചെയ്യുന്നത് 5G ഫോണിലേക്കാണ്, അതിനുശേഷമായിരിക്കും അവർ 4G ഫോണിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അപ്ഡേഷൻ വരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വാട്സാപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ, ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫോണിലേക്ക് ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറന്നു പോകരുത്. ഞാനിവിടെ മൊബൈൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓപ്പോ ഫോണാണ് ഓൺ ചെയ്തത്. ഇവിടെ നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ വന്നിരിക്കുന്ന AI കുറിച്ചുള്ള ഒരു മാറ്റമാണ് ഞാൻ പറയുന്നത്. ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തു. ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് വാട്സപ്പിൽ നമുക്ക് AIയുടെ ലോഗോ ഇവിടെയാണ് കാണിക്കുന്നത് അല്ലേ. ഇവിടെ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും അതിനുള്ള ആൻസർ AI തരുന്നതാണ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മളൊന്ന് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ കണ്ടില്ല, നമ്മുടെ കുറെ കോൺടാക്ട്സുകൾ നമുക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ അതൊന്ന് സെർച്ച് ഓപ്ഷനിലാണ് നമ്മൾ സാധാരണ നമുക്ക് ഏതെങ്കിലും ഒരു കോൺടാക്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന AIയുടെ അപ്ഡേറ്റ്സിൽ നമുക്ക് ഈ ഒരു ലോഗോക്ക് പകരം ഈ സെർച്ച് ഓപ്ഷന്റെ തൊട്ടടുത്തായിട്ട് ഒരു ലോഗോ വരുന്നുണ്ട്, ഒരു AIയുടെ ലോഗോ ഇവിടെ കാണിക്കുന്നുണ്ട്. അവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ കോൺടാക്ട്സിലുള്ള ആളുകളുടെ പേരും നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ AIയുടെ കാര്യങ്ങൾ, അതായത് AI കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളെ കുറിച്ച്, ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് അതിൽ സെർച്ച് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ രണ്ടാമത്തെ എൻ്റെ ഐഫോൺ ഓപ്പൺ ചെയ്തു. ഐഫോണിൽ ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടില്ല, രണ്ട് ലോഗോ കാണിക്കുന്നുണ്ട്. AIയുടെ രണ്ട് ലോഗോ ആണ്, മുകളിലും ഉണ്ട് ഇവിടെ സൈഡിലും ഉണ്ട്. ആ AIയുടെ ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AIയുടെ ഡീറ്റെയിൽസ്, നമുക്ക് എന്ത് കാര്യങ്ങൾ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഇതുകൊണ്ടുള്ളത്. അതായത് നമുക്ക് ആ സെർച്ച് ഓപ്ഷനിൽ തന്നെ നമുക്ക് AIയുടെ ലോഗോ വന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പേരുകൾ നമുക്ക് സെർച്ച് ചെയ്യാൻ ഇവിടെ സാധിക്കുന്നുണ്ട്. രണ്ടും ഒരുമിച്ചാണ്, AI തന്നെയാണ് ഇപ്പൊ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നത്. ഇവിടെ ഞാനൊരു പേര് ടൈപ്പ് ചെയ്യാണ്, സ്വപ്ന എന്നുള്ളൊരു പേര് ഞാൻ ടൈപ്പ് ചെയ്തു. ആ ഒരു കോൺടാക്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ അതേ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറെ മെനൂസ് ഇവിടെ കാണിക്കുന്നുണ്ട്, കുറെ ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് താഴേക്കുള്ള ഏത് ടോപ്പിക്കിനെ കുറിച്ച് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ AI നമുക്ക് അതിനുള്ള ആൻസറും തരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ രണ്ട് കാര്യങ്ങളും കൂടി ഒരുമിച്ചാണ് നടക്കുന്നത്. അതായത് സെർച്ച് ഓപ്ഷനിൽ നമുക്ക് പേരുകൾ സെർച്ച് ചെയ്യാനും സാധിക്കും, അതേ ലോഗോയില് ഈ AIയുടെ ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് നമുക്ക് AI തരുന്നതാണ്. അപ്പൊ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആരും പേടിക്കണ്ട, കാരണം ആദ്യം ഈ സെർച്ച് ഓപ്ഷനിൽ നമുക്ക് പേരുകൾ മാത്രം സെർച്ച് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ആ സെർച്ച് ഓപ്ഷനിൽ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്.